من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം അതു സോദരാ വിധിയുള്ളതാ ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈത്തട്ടാത്ത റബ്ബാ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ വേദിയിൽ ഉപവിഷ്ടരായ ബഹുനിരായ സയ്യിദന്മാരെ, പറ്റു പണ്ഡിത മഹത്തുക്കളെ, സംഘാടകരെ, വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ഉമ്മ പങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശിഷ്യ നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. സമയം നല്ലതുപോലെ താമസിച്ചു. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട് ഈ മഖാമിൽ വരുവാനും മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിൽ പ്രസംഗിക്കുവാൻ അല്ലാഹു ഒരു അവസരം നൽകി. അൽഹംദുലില്ലാ, അതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു.
അൽഹംദുലില്ലാ. അതുകൊണ്ട് കൂടുതൽ ആമുഖം ഒന്നും കിടക്കുന്നില്ല. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാനായ സിറാജ് ഉസ്താദിന്റെ പേരും സിറാജ് എന്നാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഉസ്താദ് അവറുകൾ ആ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഞാൻ പറയാം. അതാണ് ഏറ്റവും നല്ലത്. ആ പിന്തുടർച്ചയായിട്ടുള്ള വിഷയമാണ് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്ത് 12 മണിക്ക് മുമ്പ് തന്നെ അൽഹംദുലില്ലാ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഇന്ന് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയോ ആ ഒരുമിച്ച് കൂടി എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫും ഇതുപോലെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അവിടുത്തെ റൗളയുടെ മുമ്പിൽ ചെന്ന് മനസ്സു തുറന്ന് നിറകണ്ണുകളോടെ സലാം പറയാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. ഇവരൊക്കെ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കാൻ ഈ പാപികളും ദോഷികളുമായ നമുക്കും അല്ലാഹു ഒരു അവസരവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് ഒരുപാട് പേര് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ പ്രയാസമുള്ള സൗകര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുക നിൽക്കുകയൊക്കെ ചെയ്യുക. അപ്പം നിൽക്കുന്നതിന് വലിയ പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ടാണ് ഉസ്താദന്മാരൊക്കെ നിന്ന് വഴുതു പറയണേ. ഇരുന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം കൂടുതൽ നിന്ന് നിസ്കരിക്കുന്നതിനാ. അപ്പം അതുകൊണ്ട് ഈ നിൽക്കുന്നവർക്ക് ഒരിക്കലും നഷ്ടമൊന്നുമാകില്ല. അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിൽ നിന്നുകൊണ്ട് വഴുതു കേൾക്കുന്നുണ്ടോ അവരെ നാളെ പരലോകത്ത് നീ നിർത്തി പ്രയാസപ്പെടുത്തല്ലേ തമ്പുരാനെ. അവരുടെ പരലോകം അവരുടെയും ഞങ്ങളുടെയും നീ എളുപ്പമാക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനായ ഉസ്താദ് പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചാണ് ഉസ്താദ് അവിടെ നിന്ന് പ്രസംഗിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോൾ ഇന്ന് കൊലപാതകമെന്ന് പറയുന്നത് ഒരു സാധാരണ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഒരു കൊലപാതകമെന്ന് കേൾക്കുന്നത് നമുക്ക് വല്ലാത്ത പേടിയായിരുന്നു. അതൊക്കെ വലിയ ഒരു ചർച്ചയായി, വലിയ അത്ഭുതകരമായ ഒരു വാർത്തയായി നമ്മൾ കാണുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നതെല്ലാം മാറിയിട്ട് കൊലപാതകമെന്ന് പറയുന്നത് എല്ലാ ദിവസവും ബറക്കത്തിന് പത്രത്തിൽ ഉണ്ടാകുന്ന ഒരു വാർത്തയായി മാറി. അത് വലിയ പ്രായമുള്ളവരും കൊച്ചുകുട്ടികൾ വരെ, കൂടെ പഠിക്കുന്നവർ വരെ തന്റെ സഹപാഠിയെ കൊല്ലുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ കള്ളും കഞ്ചാവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾ വല്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രായ വ്യത്യാസമൊന്നുമില്ല, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലഹരിക്കെതിരായി എല്ലാ സ്ഥലങ്ങളിലും ബോധവൽക്കരണ ക്യാമ്പുകളും ക്ലാസുകളും മദ്രസകളിൽ പോലും പള്ളികളിൽ പോലും അതിന് എതിരായിട്ട് അത് ഉപയോഗിക്കുന്നതിന്റെ നാശത്തെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്താൻ പള്ളികളിലും മദ്രസകളിൽ പോലും അതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നടത്താറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് അതിനപ്പുറത്തേക്ക് ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ യുവതലമുറയുടെ ജീവിതം എങ്ങോട്ടാണെന്ന് ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അടിച്ചുവിട്ട പട്ടം പോലെ ഈ യുവതലമുറ ഇങ്ങനെ പറന്നു നടക്കുകയാണ്. നാം ലഹരിക്കെതിരായും കൊലപാതകങ്ങൾക്കുമെതിരായി നമ്മളൊക്കെ ഇന്നത്തെ യുവതലമുറയ്ക്കും വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും വലിയ വലിയ ക്ലാസുകളും ക്യാമ്പുകളും നടത്തുമ്പോ നമ്മൾ മറന്നുപോകുന്ന ഒരു വലിയ സത്യമുണ്ട് സഹോദരങ്ങളെ. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് ലഹരിയും കള്ളും കഞ്ചാവും മയക്കുമരുന്നും കൊലപാതകമൊന്നുമല്ല. ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഈ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഈമാനില്ലാതെ പോകുന്നു, അവർക്ക് ദീനില്ലാതെ പോകുന്നു, അവർക്ക് വിശ്വാസമില്ലാതെ പോകുന്നു, അവർക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ലാതെ പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഈ വളർന്നു വരുന്ന കുട്ടികൾ, ഈ +1-നും +2-നും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കളിൽ എത്ര പേർക്കാണ് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഈ മരണത്തിനു ശേഷമുള്ള ജീവിതം, സ്വർഗം, നരകം, ഈ വിഷയങ്ങളിൽ വിശ്വാസമുള്ള എത്ര കുട്ടികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഇന്നത്തെ തലമുറയ്ക്കൊന്നും അത് വിശ്വാസമില്ലടോ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇന്നത്തെ കുട്ടികളോട് നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കിക്കേ. ഇന്ന് ഉള്ളാളം മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മൾ വഅദ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നിട്ട് തന്റെ മക്കളോട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തെക്കുറിച്ച് മക്കളോട് ചർച്ച ചെയ്യുകയാ. ആ സ്വർഗത്തിന്റെ വലുപ്പവും ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളും ആ സ്വർഗത്തിലെ അരുവികളും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ.
ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പ തന്റെ വീട്ടിൽ ചെന്നിട്ട് തന്റെ പൊന്നാര മക്കളെ വിളിച്ചിരുത്തിയിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നൊന്ന് കരുതുക. സ്വർഗത്തിന്റെ വലുപ്പമോ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളോ സ്വർഗത്തിലെ കൊട്ടാരങ്ങളൊന്നും പറയണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. വഴിയോരങ്ങളിൽ എത്രയോ മരങ്ങൾ കാണുന്നവരാ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. ആ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യന് വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാ, നടക്കുകയല്ല. ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യന് ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു കൊല്ലമോ 10 കൊല്ലമോ 50 കൊല്ലമോ അല്ല, ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരു മനുഷ്യൻ 100 കൊല്ലം സഞ്ചരിച്ചാലും ലാ യഖ്തഉഹാ, അവൻ ആ മരം വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ 100 കൊല്ലം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സഞ്ചരിച്ചാൽ ആ സ്വർഗത്തിലെ ഒരു മരം പോലും വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന താടിയും തഴമ്പുമുള്ള മുസ്ലിമാണെന്ന് പറഞ്ഞു ജീവിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മളെ മക്കളോടെങ്ങാനും ഈ കഥ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എന്ത് തള്ളലാവാപ്പാ, ഇതൊക്കെ ഉള്ളതാണോ? നിങ്ങൾ എന്തായി പറയുന്നത്? 100 കൊല്ലം ഒരു മനുഷ്യന് വാഹനത്തിൽ സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരമെന്ന് പറയുമ്പോ അവന്റെ ജീവിതത്തിൽ അവൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മരം ഈ റോഡ് സൈഡിൽ അമ്പലങ്ങളിലെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ആലുമരമാ. അതിനേക്കാളും ഒരു വലിയ മരം നമ്മൾ ആരും കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കുട്ടികൾക്ക് അത് വിശ്വാസമില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് നാളെ ഭക്ഷണം വെക്കുന്ന സമയത്ത് അടുക്കളയിൽ തീയുടെ ചുവട്ടിൽ നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകൾ ആ അടുപ്പിന്റെ ചുവട്ടിലേക്ക് കൈ കൊണ്ടുപോകുമ്പോൾ ആ മകള് കൈപൊള്ളുന്നു എന്ന് പറഞ്ഞ് കൈവലിക്കുമ്പോൾ ഉമ്മ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുന്നു, മോളെ, ഇത് നരകത്തിലെ തീയുടെ 70% ഈ തീയ്. നരകത്തിലെ തീയുടെ 70% ഈ തീയ് എന്ന് ഉമ്മ തന്റെ മക്കളോട് പറഞ്ഞു കൊടുത്താൽ ഉമ്മയുടെ മുഖത്ത് നോക്കി പരിഹസിക്കുന്ന കളിയാക്കുന്ന മക്കളുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടേണ്ടത് കള്ളും കഞ്ചാവും മയക്കുമരുന്നും മാത്രമല്ല, ഈ സമുദായത്തിന് ദീനില്ലാതെ പോകുന്നു. വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ദീനില്ലാതെ പോകുന്നു. അവർക്ക് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും മരണവും ഖബറും നരകവും പരലോകവും അസറിയുമെന്ന് വിശ്വാസമില്ല. അവരെല്ലാവരും അടിച്ചുവിട്ട പട്ടത്തെ പോലെ പറന്നു നടക്കുകയാണ്. അവരുടെ വിശ്വാസമെന്ന് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ. ഇന്നത്തെ യുവതലമുറ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി എന്താണ് ഒരു പോംവഴി എന്ന് എല്ലാവരും ചിന്തിക്കുകയാണ്. ഇവരെ എങ്ങനെയാണ് നന്നാക്കേണ്ടത്, ഇവരെ എങ്ങനെയാണ് നേർമാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന വിഷയത്തിൽ നമ്മളെല്ലാവരും വല്ലാത്ത അത്ഭുതത്തോടെ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ പടച്ചവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ദീന് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഏറ്റവും വലിയ ഭയം എന്തെന്നറിയുമോ? നമ്മുടെ ഏറ്റവും വലിയ പേടി എന്തെന്നറിയുമോ? പടച്ചവനെ, നമ്മളിൽ പലരും ടെൻഷൻ അടിക്കുകയാണ്. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ ദീന് ലോകത്തില്ലാതായി പോകുമോ? ഈ ഇസ്ലാം എന്ന് പറയുന്ന മതമുണ്ടല്ലോ, ഇത് ലോകത്തില്ലാതെയായി പോകുമോ? ഈ ദീൻ നശിച്ചു പോകുമോ എന്ന വിഷയത്തിൽ നമ്മൾ വല്ലാതെ ടെൻഷൻ അടിക്കുകയാ. എന്നാ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന മുസ്ലിമേ, ദീനില്ലാതായി പോകുമെന്ന് നിങ്ങളാരും ഭയപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ ദീൻ നശിച്ചു പോകുമെന്ന് നമ്മൾ ഒരാളും പേടിക്കേണ്ട കാര്യമില്ല. ഈ ദീനുണ്ടാക്കിയത് പടച്ച റബ്ബാ. ഈ ദീനുണ്ടാക്കിയത് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബാണ്. ആ റബ്ബിനറിയാം ഈ ദീന് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ. ആരൊക്കെ പരിശ്രമിച്ചാലും അല്ലാഹുവിന്റെ ദീൻ നശിച്ചു പോകാറില്ല. അതിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാ. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുവാൻ ആ ദീനുണ്ടാക്കിയ പടച്ചവനറിയാ. ടെൻഷൻ അടിക്കണ്ട വാപ്പമാര്, ടെൻഷൻ അടിക്കണ്ട ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളോട് പറയുന്നു, ദീനില്ലാതായി പോകുമെന്ന് പറഞ്ഞു നീ പ്രയാസപ്പെടണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ദീനിന്റെ അടിസ്ഥാനമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനും നശിച്ചു പോകുമെന്ന് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ഓതിയാലും ഓതിയില്ലെങ്കിലും, നീ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ കലാമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദീൻ. ആ പരിശുദ്ധമായ ഖുർആനിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുവാൻ ആ ഖുർആൻ ഇറക്കിയ പടച്ച റബ്ബിന് തന്നെ അറിയാ സഹോദരാ. അപ്പൊ ഖുർആൻ നശിച്ചു പോകുമെന്ന് നിങ്ങൾ ആരും ഭയപ്പെടണ്ട. പടച്ചവനെ, ഇനി ലോകത്ത് മുസ്ലിമീങ്ങൾ ഇല്ലാതെ പോകുമോ? അല്ലാഹുവിന്റെ സമുദായം, ഈ പരിശുദ്ധമായ ദീനിന്റെ അഹ്ലുകാര്, മുസ്ലിമീങ്ങൾ ഇല്ലാതെ പോകുമെന്ന് നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത, ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, വഹിയിലൂടെ സംസാരിക്കുന്ന മുത്തുനബിയുണ്ടല്ലോ, ആ പ്രവാചകനാണ് പറഞ്ഞത്, പട്ടണം മുതൽ കുടില് വരെ, പട്ടണം മുതൽ ഗ്രാമം വരെ, കൊട്ടാരം മുതൽ കുടില് വരെ, ഈ ലോകത്തിന്റെ മുക്കുമൂലകളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന കടന്നു പോകുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ലോകത്തില്ലാതെ പോകുമെന്ന് ഒരാളും ഭയപ്പെടണ്ട. ദീനില്ലാതെ പോകുമെന്ന് നിങ്ങൾ ആരും ഭയപ്പെടണ്ട. പിന്നെ ഉള്ളാളം മക്കാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഞാനും നിങ്ങളും ഭയക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? ലോകത്ത് ദീനില്ലാതെ പോകുന്നതിനെയല്ല, ഖുർആൻ നശിച്ചു പോകുമെന്നുള്ള പേടിയല്ല, മുസ്ലിമീങ്ങൾ ഇല്ലാതായി പോകുമെന്നുള്ള പേടിയല്ല. പിന്നെ ഞാനും നിങ്ങളും ഭയപ്പെടേണ്ട കാര്യമെന്താ? നമുക്ക് ദീനില്ലാതെ പോകുന്നതിനെയാ. നമുക്ക് ദീനില്ലാതെ പോകുന്നതോ, നമ്മുടെ വീടുകളിൽ ദീനില്ലാതെ പോകുന്നതോ, ഇന്ന് യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്മാരില്ലാതെ പോകുന്നതോ? എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളെ ജനങ്ങൾ വെറുക്കുകയാണ്, അവരെ ഭയക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? മുസ്ലിം ആകാത്തത് കൊണ്ടാ. ഒരാൾ വഅദ് പറഞ്ഞിട്ട് ഒരാളെയും നന്നാക്കേണ്ട കാര്യമില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെ പോലെയാകണമെന്നറിയുമോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാകണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഹജ്ജിന് പോകുന്ന സമയമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, യാത്ര ഇഷ്ടപ്പെടാത്ത ഒരാളുമില്ലല്ലോ. എല്ലാവരും ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഒരു സ്ഥലത്ത് നിങ്ങൾ പോയതാണെങ്കിൽ പിന്നെയും പോകാൻ നിങ്ങൾ മടിക്കുമല്ലോ. മൈസൂർ പോയവർ, ബാംഗ്ലൂർ പോയവർ, ഊട്ടിയിൽ പോയവർ, മൂന്നാറിൽ പോയവർ, പടച്ചവനെ, നമ്മളൊരു യാത്ര ചെയ്യാൻ തീരുമാനിക്കുമ്പോ അവര് പറയുകയാണ് മൈസൂർ പോകാം. നമ്മൾ പറയും അവിടെ പോയതാണ്, വേറെ ഒരു സ്ഥലത്ത് പോകാം, ഊട്ടിയിൽ പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ വേറെ സ്ഥലങ്ങളാണ് പറയുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് പടച്ച റബ്ബിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവര് രണ്ടുപേരും പണിത പടച്ച റബ്ബിന്റെ കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയത്തിൽ ഒരു പ്രാവശ്യമല്ല 1 കോടി പ്രാവശ്യം പോയ മനുഷ്യനാണെങ്കിലും എത്ര കണ്ടാലും മതി വരാറില്ല. കഅബാലയത്തിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ അവിടെ പോയവനാണ്, വേറെ ഒരു പള്ളിയിൽ പോകാമെന്ന് പറയാറില്ല. ആ കഅബയുടെ പ്രത്യേകത ഏതാണ്? എത്ര കണ്ടാലും മതി വരൂല, എത്ര പോയാലും കൊതി തീരൂല. പടച്ചവനെ, പിന്നെയും പിന്നെയും പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നിട്ട് അവസാനം വിടവാങ്ങലിന്റെ തവാഫ് നടത്തുമല്ലോ. പടച്ചവനെ, ഓരോ തവാഫ് കഴിയുമ്പോഴും അവന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. അവസാനം 7ാമത്തെ തവാഫ് കഴിഞ്ഞിട്ട് ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് സലാം പറയുമ്പോ അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ, അവന്റെ കണ്ടടങ്ങൾ നിറയുകയാ. ഏത് ഹൃദയവും ഒന്ന് വിറച്ചു പോകുമടോ. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്, ആ കഅബ
കഅബയോട് സലാം പറയുമ്പോ ഒരു കടുകുമണിയെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ളവന്റെ കണ്ണ് നിറയുമടോ. അവസാനം കഅബാലയത്തിലേക്ക് തിരിഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോ ആ കഅബാലയത്തിന്റെ റബ്ബിനോട് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇത് അവസാനത്തെ യാത്രയാക്കല്ലേ അല്ലാ, ഇനിയും എന്നെ ഇവിടെ എത്തിക്കണേ തമ്പുരാന്, ഇനിയും എന്നെ ഇവിടെ എത്തിക്കണേ തമ്പുരാന് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് മടങ്ങുന്നത്. കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? കണ്ടാ മതി വരില്ല, കൊല്ലാ പടച്ചവനെ കാണാമല്ലാത്ത കൊതിയാണ്, ചെല്ലാമല്ലാത്ത ആഗ്രഹമാണ്, ആ കഅബയൊന്ന് തൊടാമല്ലാത്ത മോഹമാണ്. എത്ര കണ്ടാലും മതി വരുന്നില്ലടോ, എത്ര കണ്ടാലും മതി വരുന്നില്ലടോ. ഇതുപോലെയാകണം ഒരു യഥാർത്ഥ മുസ്ലിം. ഒരു മുസ്ലിമിന്റെ സ്വഭാവം അങ്ങനെയാകണം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ്. നബി തങ്ങളുടെ കൂടെ ഇരുന്നാൽ, നബി തങ്ങളുടെ കൂടെ നടന്നാൽ, നബി തങ്ങളോട് സംസാരിച്ചാൽ പടച്ചവനെ ഒരാൾക്കും മതി വരുന്നില്ല, ഒരാൾക്കും മടി വരുന്നില്ല. നബി തങ്ങളെ കണ്ടവർക്ക് പിന്നെയും കാണണമടോ, നബി തങ്ങളുടെ കൈ പിടിച്ചവർക്ക് പിന്നെയും പിടിക്കണമടോ, നബി തങ്ങളുടെ കൂടെ ഇരുന്നവർക്ക് പിന്നെയും ഇരിക്കണമടോ. എത്ര കണ്ടാലും മതി വരുന്നില്ല, എത്ര കണ്ടാലും മുഷിപ്പ് മാറുന്നില്ല, പിന്നെയും പിന്നെയും കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. അതുകൊണ്ടാണ് സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രമറിയുമല്ലോ. സൗബാൻ എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന സൗബാ, നിനക്ക് എന്തു പറ്റി സൗബാ? എല്ലാം തോലുമായിരിക്കുന്നല്ലോ, എന്തേ മാരക രോഗം പിടിച്ചവരെ പോലെ നിന്റെ പ്രയാസം എന്തേ സൗബാനേ, എന്തേ നിനക്ക് പറ്റിയതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ? നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് രോഗമൊന്നുമില്ല നബിയേ, എനിക്ക് രോഗമൊന്നുമില്ല നബിയേ, എനിക്ക് വല്ലാത്ത ടെൻഷനാ നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, വല്ലാത്ത സങ്കടമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, എന്താ മോനെ നിന്റെ ടെൻഷൻ എന്താണ്? എന്താണ് നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത്? എന്താണ് നിനക്ക് ഉറങ്ങാൻ പറ്റാത്തത്? യാ റസൂലല്ലാഹ്, അങ്ങയെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, അങ്ങയുടെ കൂടെ ഇരിക്കുമ്പോ, അങ്ങയുടെ കൂടെ നടക്കുമ്പോ എനിക്ക് വല്ലാത്ത സമാധാനമാണ്, എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. യാ റസൂലല്ലാഹ്, അങ്ങയെ കാണാതെ വന്നാ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് നബിയേ, വല്ലാത്ത സങ്കടമാണ് നബിയേ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയേ, ആ ടെൻഷൻ കാരണമാണ് ഞാൻ ഇങ്ങനെയായി പോയത്. സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമായാൽ വഅലിന്റെ ആവശ്യമില്ല, ഉപദേശങ്ങളുടെ ആവശ്യമില്ല. പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നടോ, ആ കാലഘട്ടത്തിൽ മുസ്ലിം എന്റെ അയൽവാസിയാണെന്ന് പറയാറ് അഭിമാനത്തോടുകൂടി മറ്റുള്ള മതസ്ഥര് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. ഇന്നെല്ലാം അറിയടോ, ഇന്ന് മുസ്ലിമിനെ പരിഹസിക്കുകയാണ്, മുസ്ലിമിനെ മുദ്രകുത്തപ്പെടുകയാണ്, മുസ്ലിമിനെ കാണുമ്പോ ഓടിയൊളിക്കുകയാണ്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? മുസ്ലിമാകാത്തത് കൊണ്ടാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, യമനിലെ രാജാവാണ് സുമാമ. യമനിലെ രാജാവാണ് സുമാമ. സുമാമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവൻ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പോയവനാണ്, നബിതങ്ങളെ കൊല്ലാൻ ഒരുപാട് പ്രാവശ്യം പോയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. മുത്തുനബിയെ കൊല്ലാൻ പറ്റാതെ വന്നപ്പോ സുമാമയ്ക്ക് മുസ്ലിമീങ്ങളോട് വല്ലാത്ത വെറുപ്പായി. അവൻ ഒരുപാട് പേരെ കൊല്ലുകയാണ്, ഒരുപാട് പേരെ ഉപദ്രവിക്കുകയാണ്. അവന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, അവൻ ആരുടെ കയ്യിൽ കിട്ടിയാലും കൊന്നുകളഞ്ഞേക്ക്. നബി തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അത്രത്തോളം അവനെ കൊണ്ട് ശല്യമായിടോ, അവൻ അത്രത്തോളം മുസ്ലിമീങ്ങളെ കൊല്ലുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അവനെ കൊന്നുകളയാട്. സഹാബത്ത് തിരഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് ഒരിക്കൽ മദീനയിലൂടെ സഹാബത്ത് പാതിരാത്രി നടന്നു പോകുമ്പോ ആ സമയത്തൊരു മനുഷ്യനെ കാണുകയാണ്. മദീനയിലൂടെ അതാ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. സഹാബികൾ പിടിക്കുകയാണ്. അവനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വന്നതാണ്? എന്തെല്ലാം ചോദിച്ചിട്ടും പടച്ചവനെ അവൻ നല്ല ഉത്തരം പറയുന്നില്ല. സഹാബത്തിന് സംശയമായി, ഇവൻ മുസ്ലിമീമാ, അതാ ഇസ്ലാമിന്റെ അനുകൂലിയാണോ അതോ ഇസ്ലാമിനെ തകർക്കാമെന്നവനാണോ? എന്തായാലും നബി തങ്ങൾ വന്നിട്ട് തീരുമാനിക്കാം. പാതിരാത്രിയിൽ വഴിയിൽ നിന്ന് കിട്ടിയ മനുഷ്യന് മസ്ജിദ് നബവിയുടെ മിമ്പതാ മസ്ജിദ് നബവിയുടെ തൂണിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. അതാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ പാതിരാത്രി സമയത്തൊരു മനുഷ്യനെ കിട്ടി നബിയേ. അവന് ചോദിക്കുന്നതിന് മുഴുവനും കള്ളമാണ് പറയുന്നത്. അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് തോന്നുന്നു നബിയേ. അതുകൊണ്ട് അങ്ങ് വന്നിട്ട് തീരുമാനിക്കാം. പള്ളിയുടെ തൂണിൽ കൊണ്ടുവന്ന് കെട്ടിക്കിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യനാരാണെന്ന് മുത്തുനബി നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബാ, ഈ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ? ഈ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ എല്ലാവരും തിരഞ്ഞു നടക്കുന്ന സുമാമ ഇവനാണ്. സ്വഹാബാ, നിങ്ങൾ എല്ലാവരും തിരഞ്ഞു നടക്കുന്ന ഇസ്ലാമിന്റെ ശത്രുവായ സുമാമയാണ് ഈ പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നതെന്ന് നബി തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് കൊതിക്കുകയാണ്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ, ഓരോരുത്തരും ആഗ്രഹിച്ചു പോവുകയാണ്. എല്ലാവരും നബി തങ്ങൾ പറയുന്നതും കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ഇവനാണ് സുമാമ. ഒരാൾ പോലും സുമാമയെ തൊട്ടുപോകാൻ പാടില്ല. ഒരാൾ പോലും സുമാമയെ തൊട്ടുപോകാൻ പാടില്ല. സുമാമയെ ഒരാൾ പോലും ഉപദ്രവിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇവന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കണ്, ഇവന് പാല് കൊണ്ടുവന്ന് കൊടുക്കണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് പറയുമ്പോ സ്വഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാലും നബി തങ്ങൾ പറഞ്ഞതാണല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് പടച്ചവനെ സ്വഹാബത്താരും അവിടെ നിന്നൊന്നും പറഞ്ഞില്ല. വീട്ടിൽ ചെന്ന് അതാ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നബി തങ്ങൾ സുമാമയോട് സംസാരിച്ചില്ല. ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സുമാമയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നബി തങ്ങൾ സുമാമയുടെ മുമ്പിൽ വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സുമാമയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിൽ കെട്ടിക്കിട്ടിരിക്കുന്ന സ്വഹാബത്ത് ഭക്ഷണം കൊടുത്തിട്ടിരിക്കുന്ന ആ സുമാമയോട് നബി തങ്ങൾ ചോദിക്കുകയാ, സുമാമ, നബി തങ്ങൾ എവിടെന്ന് ചോദിക്കുകയാണ്. മുത്തുനബി എവിടെന്ന് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചതെന്നറിയുമോ? മാതാ ഇൻദകയാ സുമാമ, സുഖമാണോ സുമാമ, സുഖമാണോ സുമാമ? സുമാമയുടെ മറുപടി എന്തെന്നറിയുമോ? നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, മുഹമ്മദ്, എനിക്ക് സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. എന്നെ വെറുതെ വിട്ടാൽ മുഹമ്മദേ, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാ. സുമാമയുടെ മറുപടിയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. മിണ്ടാതെ തിരിച്ചു പോവുകയാണ്. പടച്ചവനെ, രണ്ടാമത്തെ ദിവസം വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നും ചോദിക്കുന്നു, മാതാ
മാതാ ഇന്ദക യാ സുമാമ, സുഖമാണോ സുമാമ? പടച്ചവനെ, സുമാമയുടെ മറുപടി ഒന്നാമത്തെ ദിവസം പറഞ്ഞത് തന്നെയാണ്. നിബിതങ്ങൾ മിണ്ടാതെ മടങ്ങിപ്പോയി. മൂന്നാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാണ്. അവിടെന്ന് ചോദിക്കുന്നു, മാതാ ഇന്ദക യാ സുമാമ? സുമാമയുടെ മറുപടി ഒന്നാമത്തെ ദിവസം പറഞ്ഞത് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, 3 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ സുമാമയെ അഴിച്ചുവിട്, സ്വഹാബാ സുമാമയെ അഴിച്ചുവിട് സഹാബാ. പടച്ചവനെ, സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. സുമാമയെ അഴിച്ചുവിടുകയാണ്, സുമാമയെ അഴിച്ചുവിടുകയാണ്. ചിരിക്കുന്ന മുഖത്തോടെ സ്വഹാബത്തിന്റെ മുന്നിലൂടെ സുമാമ എവിടെ നിറങ്ങി നടന്നു പോവുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ നടന്ന് മുന്നോട്ട് പോയി. അതാ പടച്ചവനെ കൈകാലുകൾ കഴുകുകയാണ്, കൈകാലുകൾ കഴുകുകയാണ്, നല്ല വസ്ത്രം ധരിക്കുകയാണ്. എന്നിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാ സുമാമ കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് സുമാമ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ കാണാൻ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. എനിക്ക് വെറുപ്പായിരുന്നു നബിയേ. എന്നാൽ എന്റെ ജീവിതത്തിൽ എന്ന് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. കണ്ടാ വല്ലാത്ത കൊതിയാണ് നബിയേ. സുമാമ പറയുകയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള നാട് മദീനയാ. എന്നാൽ എന്റെ ജീവിതത്തില് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നാട് മദീനയാണ് നബിയേ. എന്തൊരനുസരണയാ നബിയേ, എന്തൊരു സ്നേഹമാ നബിയേ, എന്തൊരൊത്തൊരുമയാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ജീവിതം കണ്ടപ്പോ ആ സുമാമ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമീങ്ങളെയാണ് ഇന്ന് ഭീകരവാദിയും തീവ്രവാദിയുമാക്കുന്നത്. പടച്ചവനെ പരിഹസിക്കുകയാണ്. അതാ നമ്മുടെ രാജ്യത്തെ ജമ്മു കാശ്മീരില് തീവ്രവാദികൾ 27 പേരെ വെടിവെച്ചു കൊന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കൊന്നവന് മതമില്ല എന്നെല്ലാവർക്കും അറിയാം. തീവ്രവാദികൾക്ക് ഒരിക്കലും മതമില്ലടോ, തീവ്രവാദികൾക്ക് മതമില്ല. നമ്മൾ പഠിക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? എല്ലാവരും ഈ സമുദായത്തെ കുറ്റം പറയുമ്പോ കേരളക്കാരനായ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പൊന്നാരമകള് പത്രക്കാരോട് പറഞ്ഞത് എന്തെന്നറിയുമോ? അതാ ജമ്മു കാശ്മീരിലേക്ക് ഞാൻ ചെന്നപ്പോ എനിക്ക് കിട്ടിയത് 2 കൂട്ടുകാരെയല്ല, 2 കൂടപ്പിറപ്പുകളെയാണ്. ഷമീർ എന്ന് പറയുന്ന മുസാഫിർ എന്ന് പറയുന്ന അതാ 2 മുസ്ലിമീങ്ങളായ കൂടപ്പിറപ്പുകളെ ദൈവം എനിക്ക് തന്നു എന്ന് രാമചന്ദ്രൻ എന്ന് പറയുന്ന വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ മകളവിടെന്ന് വിളിച്ചു പറയുമ്പോ അല്ലാഹുവേ, സ്വന്തം ജീവിതം പോലും നോക്കാതെ അതാ തീവ്രവാദികളുടെ തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് അവനോട് പോരാടി വീരമൃത്യം ഭരിച്ച മുസ്ലിമിനെ മറന്നുപോയടോ. അല്ലാഹുവിന്റെ പള്ളി വിളിക്കും ബാങ്ക് വിളിക്കുന്ന മിനാരങ്ങളിലൂടെ അക്രമത്തെ കുളിച്ച് വിളിച്ചു പറഞ്ഞത് പള്ളികളിലാണ്. ഓടി വന്നത് മുസ്ലിമീങ്ങളാണ്. എന്നാൽ ആ മുസ്ലിമീങ്ങളെ കളിയാക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പരിഹസിക്കുന്നത്? മുസ്ലിം ആരാണെന്നറിയാത്തത് കൊണ്ടാണ്, ഇസ്ലാം എന്താണെന്നറിയാത്തത് കൊണ്ടാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലോകത്തുള്ള ഒരു മനുഷ്യനെ കൊല്ലുന്നത് അത് ഏത് മതവിശ്വാസിയാകട്ടെ, മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരാളെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമായ പാപമാ. അത്രയും വലിയ പാപമാ
ഫറലാണെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? സ്വർഗത്തിൽ പോകാനല്ലേ. ഈ സദസ്സിൽ വന്നിരിക്കുന്നത് സ്വർഗം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. എന്നാ നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയായി നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? റോഡിലൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാർ, റോഡിലൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് ഉപദ്രവമായിട്ട് റോഡിലൊരു കല്ല് കിടക്കുകയാണ്, ഒരു കമ്പ് കിടക്കുകയാണ്. ആ കിടക്കുന്ന കല്ല് ഏതെങ്കിലും മനുഷ്യനും എടുത്തു മാറ്റിയാ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റോഡിലൂടെ നടന്നു പോകുന്നവനെ പോലും ഉപദ്രവമുണ്ടാക്കരുത്. ഒരു പടി കൂടെ കഴിഞ്ഞ അള്ളാന്റെ റസൂല് പറയുകയാ, നീ നിന്റെ വീട് ഉയർത്തിക്കെട്ടരുത്. ഏ മുസ്ലിമേ, നീ നിന്റെ വീട് ഉയർത്തിക്കെട്ടരുത്. നിന്റെ പണം കൊണ്ട് നിന്റെ പറമ്പില് നീ നിന്റെ വീട് ഉയർത്തിക്കെട്ടരുത്. അയൽവാസിയുടെ വീട്ടിലേക്ക് വെളിച്ചം പോകുന്നതിന് തടസ്സമായാൽ, അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമായ നിന്റെ സ്വന്തം പറമ്പില് നിന്റെ പണം കൊണ്ട് നീ 2 നില വീട് പോലും വെക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അതാടോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അതാണ് പരിശുദ്ധമായ ദീന്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം പോലും അനുസരണ എന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സമുദായം അപവാദങ്ങൾ കേൾക്കുന്നത്, ഈ സമുദായം പരിഹാസങ്ങൾ കേൾക്കുന്നത്? ഈ സമുദായത്തെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവർക്കും എതിർക്കാന്നതിന്റെ കാരണം എന്തെന്നറിയോ? മുസ്ലിമാകുന്നില്ല, നമുക്ക് ദീനില്ലാതെ പോകുന്നു, നമുക്ക് ദീനില്ലാതെ പോകുന്നു. എല്ലാവരും കാലഘട്ടത്തെ കുറ്റം പറയുന്നവരാണ്. ഉസ്താദേ, കാലഘട്ടം അങ്ങനെയായി പോയി. നിബിധങ്ങൾ പറഞ്ഞത് പറയരുതെന്നാണ്. കാലഘട്ടത്തിനൊരു മാറ്റവും വന്നില്ലടോ. കാലഘട്ടത്തെ നിങ്ങൾ കുറ്റം പറയരുത്. മനുഷ്യനാണ് മാറിപ്പോയത്, മനുഷ്യനാണ് മാറിപ്പോയത്. അതുകൊണ്ട് അടിച്ചുവിട്ട പട്ടം പോലെ ഈ സമുദായം പറന്നു നടക്കുമ്പോ ഈ യുവതലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. ഇവരെ നന്നാക്കാൻ എന്ത് വഴിയാണെന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, ഒരൽപ്പം നേരം നിനക്കൊന്ന് നിൽക്കാ സമയമുണ്ടോ? ചോദിക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആനാ. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ, സഹോദരാ, ഒരൽപ്പം നേരമൊന്ന് നിൽക്കുമോനെ. ഏ മുസ്ലിമേ, അല്പം നേരമൊന്ന് നിൽക്ക്. നിനക്ക് നന്നാകാനാണ്, നിനക്ക് കണ്ടു പഠിക്കാനാണ് ഈ കലാം അല്ലാഹു ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഉള്ളാളം മക്കാമിന്റെ മുമ്പിൽ വന്നവരെ, ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. അള്ളാന്റെ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. കേൾക്കാനുള്ള മനസ്സ് കാണിക്കണേ, കേൾക്കാനുള്ള മാന്യത കാണിക്കണേ. അത് അല്ലാഹുവിന്റെ കലാമാ. അല്ലാഹുവേ, മനസ്സു നൽകണേ അല്ലാ. ബഹുമാനിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായം പണ്ട് എന്റെ അയൽവാസി ഒരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്നൊരു കാലുണ്ട്. എന്റെ കൂട്ടുകാരൻ ഒരു മുസ്ലിമാ എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന കാലം. ഇപ്പൊ മുസ്ലിമിനെ കണ്ടാ ഓടുക. എന്തുകൊണ്ട്? മുസ്ലിമാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എങ്ങോട്ടാണെന്ന് നമുക്ക് പോലും അറിയുന്നില്ല. അടിച്ചുവിട്ട പട്ടം പോലെ ഇങ്ങനെ പറന്നു നടക്കാം. എന്തും തിന്നാം, എന്തും കുടിക്കാം, എന്തും ചെയ്യാം. ചോദിക്കാനും പറയാനും ആരുമില്ല. പറയുന്നവനെ പരിഹസിക്കുന്നു, പറയുന്നവനെ കളിയാക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ പറയുന്നവന് ഉസ്താദ് പറഞ്ഞതുപോലെ ട്രോളുന്ന കാലവാ, പരിഹസിക്കുന്ന കാലവാ, പുച്ഛിക്കുന്ന കാലവാ. ഇന്ന് കോമഡി ഇറക്കുന്നത് ഉസ്താദന്മാരുടെ കോലം കെട്ടിയിട്ട. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 മിനിറ്റ് ഉണ്ട്, 40 മിനിറ്റ് ഉണ്ട്. ആ 40 മിനിറ്റിന്റെ ഇടയിൽ ഖുർആന് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. അള്ളാഹു നമുക്ക് ആ മനസ്സ് നൽകുമാറാകട്ടെ, അള്ളാഹു മനസ്സ് നൽകുമാറാകട്ടെ, അള്ളാഹു മനസ്സ് നൽകുമാറാകട്ടെ. ഒരു 40 മിനിറ്റ് ഞാൻ 12 മണിക്ക് നിർത്തിയേക്കാം. ഒരു 40 മിനിറ്റ് ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേട്ടിട്ട് പോ. അള്ളാഹു കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. കേൾക്കൂലേ?
ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്നെ കുറിച്ച് എന്തോ പറഞ്ഞു, എന്നെ കുറിച്ചാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെയൊക്കെ മുഖം നോക്കിയപ്പോ അദ്ദേഹം എന്നെ കുറിച്ച് എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലായി. എന്താ പറഞ്ഞെന്ന് എനിക്ക് തിരിഞ്ഞില്ല. എന്തായാലും അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്തൊക്കെയോ ചെറുത് മനസ്സിലായി. തങ്ങളുടെ റൂമിൽ പോയ കഥയാണ്. ലത്തീഫ് ഇപ്പൊ വന്നടാ, സുഖല്ലേ? അല്ല, പിടിച്ചോണം കേട്ടോ, ലത്തീഫിനെ പിടിച്ചോണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഒരു 40 മിനിറ്റ് ഇരിക്കല്ലേ? 40 മിനിറ്റ് ഇരിക്കല്ലേ? ഇരിക്കണം, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിൽക്കണവർക്കല്ലേ അതിന്റെ പ്രയാസം അറിയൂ. കരുണ കാണിക്കണം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ചെറുപ്പക്കാരാ, ഇരുന്നിരുന്ന് മടുക്കുമ്പോ ആ നിന്നവനൊന്ന് പരിഗണിക്കണം കേട്ടോ. ഒരുപാട് നേരം ഇരുന്ന് കഴിയുമ്പോൾ ആ നിൽക്കുന്നവനെ ഒന്നിരിക്കുക, നീ ഇരിക്കുമെന്ന് പറഞ്ഞൊന്ന് ഇരുത്താൻ നിൽക്കുന്നവരൊന്ന് മാറിയും തിരിഞ്ഞൊക്കെ ഒന്ന് ഇരുന്ന് കൊടുക്കുക. പ്രായമുള്ളവരിയ്ക്ക് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആനിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ? ആ പരിശുദ്ധമായ ഖുർആനിന് നമ്മളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, മക്കളെ എല്ലാവരും ഖുർആൻ ഓതും. എല്ലാവരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. ഉസ്താദെ, ഞാൻ ഒരു ഖത്തം തീർത്തു, ഒരാഴ്ച കൊണ്ട് ഒരു ഖത്തം തീർന്നു, 4 ദിവസം കൊണ്ട് ഖത്തം തീർത്തു, നമ്മളൊക്കെ പറയാറുണ്ട്. എല്ലാവരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി 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 ഇങ്ങനെ മറിച്ച് തീർക്കുന്നവരാ. എന്നിട്ട് അഭിമാനത്തോടു കൂടി പറയും, ഞാൻ 5 ഖത്തം ഓതിയെന്ന്. എന്റെ പൊന്നാര ചങ്ങാതി, പുസ്തകം വായിച്ച് തീർക്കുന്നത് പോലെ വായിച്ച് തീർക്കാനുള്ളതല്ല അള്ളാഹുവിന്റെ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഒന്നാമതായി പറയുന്നത്, നീ ആ ഓതുന്നത് എന്താണെന്നൊന്ന് ചിന്തിച്ചിട്ട് ഓതറാ ചങ്ങാതി. നീ എന്തെങ്കിലും ഒന്ന് പാരായണം ചെയ്യുമ്പോ ആ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതി ഓതി തീർക്കാനുള്ളതല്ല. ഒരു ആയത്താണ് പാരായണം ചെയ്യുന്നതെങ്കിലും, പടച്ചവനെ ഒരു സൂറത്താണ് ഓതുന്നെങ്കിലും, ആ ഖുർആനിലെ ഒരായത്തിന്റെ അകത്ത് അല്ലാഹു പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് ചിന്തിക്കണേ. ആ ഖുർആനിൽ അല്ലാഹു പറയുന്നത് എന്താണെന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടാ മതിയടാ. ഏത് നന്നാകാത്തവനും നന്നാകാൻ, ഏത് വഴിപിഴച്ച ജീവിതം നയിക്കുന്നവനും നന്നാകാൻ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വഴതൊന്നും വേണ്ടടാ മക്കളെ. വാപ്പമാരെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് മതി നിനക്ക് നന്നാകാൻ. കാരണം ഒരിക്കലും നന്നാകില്ല എന്ന് പറഞ്ഞു ജനങ്ങൾ മുഴുവനും എഴുതി തെള്ളിയവരുണ്ടല്ലോ. ഒരിക്കലും ഇവൻ നന്നാകില്ല എന്ന് പറഞ്ഞു ജനങ്ങൾ എഴുതി തെള്ളിയവര് നന്നായത് ഖുർആൻ കേട്ടട്ടാ. അങ്ങനെ എഴുതി തെള്ളിയ ഒരു മനുഷ്യനാണ് ഖത്താബിന്റെ മകൻ ഉമർ. ഇന്ന് മദീനത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദാ ശരീഫിന്റെ അകത്ത് മുത്തുനബിയുടെ ചാരത്ത് കിടക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ആരാണെന്നറിയുമോ? ആ ഉമർ ആരായിരുന്നെന്നറിയുമോ? ആ ഉമറിനെ കുറിച്ച് നബി തങ്ങൾ പോലും പറഞ്ഞതെന്തെന്നറിയുമോ? ലൗകാന ബഅദീ നബിയ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ്. എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല, എനിക്ക് ശേഷം എങ്ങാനും ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ പ്രവാചകനാകാനുള്ള യോഗ്യത ഉമറിനുണ്ടായിരുന്നു. പടച്ചവനെ, ഉമർ തങ്ങളൊരു പ്രവാചകനാകാൻ യോഗ്യതയുള്ള മനുഷ്യനാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞ ഉമർ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമർ കാട്ടാളനായിരുന്നടോ. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉമറിനെ പേടിയാണ്. പടച്ചവനെ, കരയുന്ന മക്കളോട് ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും പേടിച്ച് കരച്ചിൽ നിർത്തുമായിരുന്നു. അതാണ് ഖത്താബിന്റെ മകൻ ഉമർ. പടച്ച റബ്ബേ, ഉമറിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഉമറിന്റെ അയൽവാസി പറഞ്ഞ ഒരേ ഒരു വാക്കുമതിയടോ. ഉമറിന്റെ അയൽവാസിയോട് ഒരു മനുഷ്യൻ ചെന്നിട്ട് പറയുന്നു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസികളുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്.
പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. കഴുത മുസ്ലിമായാലും ഉമർ മുസ്ലിമാകില്ല. കാരണം ഉമറിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. പടച്ച റബ്ബേ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ശപഥമെടുക്കുകയാണ്, മുഹമ്മദിന്റെ തലയുമായിട്ടേ തിരിച്ചു വരൂ. അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാനാ ഉമർ പോകുന്നത്. ഉരിപ്പിടിച്ച വാളുമായി കുതിരപ്പുറത്ത് പോകുന്ന ഉമറിനെ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്ന ഉമറേ, എവിടെ പോവുകയാ? മുഹമ്മദിന്റെ തലയെടുക്കാ പോവുകയാ? നമ്മുടെ മതദൈവങ്ങളെ മുഴുവനും കുറ്റം പറഞ്ഞു പുതിയ മതവുമായിട്ട് വന്ന മുഹമ്മദിന്റെ തലയെടുക്കാ പോവുകയാണ്. അപ്പോഴാണ് ചോദിച്ച മനുഷ്യൻ പറഞ്ഞു, ഉമറേ, മുഹമ്മദിന്റെ തലയെടുക്കുന്നതിന് മുമ്പ് സ്വന്തം സഹോദരി ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ. അവളെ പോയി നന്നാക്കടാ, കുടുംബം നന്നാക്കടാ ഉമർ. കേൾക്കുമ്പോ വല്ലാത്ത ദേഷ്യം കൂടിയടോ. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് കൂടപ്പറപ്പിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ തന്റെ ഭർത്താവിന് ഖുർആൻ ഓതി പഠിപ്പിക്കുകയാ. അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ഉമർ കയറി വരുന്നത്. പടച്ചവരെ, വല്ലാത്ത കോപമായി ഫാത്തിമയെടുത്ത് തല്ലിച്ചതയ്ക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ തല്ലിച്ചതയ്ക്കുകയാണ്. ശരീരത്തിലൂടെ മുഖത്തുകൂടെ രക്തമിങ്ങനെ ഒഴുകുമ്പോ കൂടപ്പറപ്പാണല്ലോ, ഉമറിന്റെ മനസ്സൊന്ന് തണുക്കുകയാണ്. തന്റെ സഹോദരി ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ ഉമറിന്റെ മനസ്സൊന്ന് മാറിയടോ. അവിടെ നിന്ന് ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ വന്നപ്പോ എന്തോ പാടുന്നത് കണ്ടല്ലോ, എന്തോ പാടുന്നത് കണ്ടല്ലോ, എന്താണെന്നൊന്ന് പറയുമോ ഫാത്തിമ? ഫാത്തിമ പറയുന്നു, ഞാൻ പാട്ടുപാടിയതല്ല, അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയതാണ്. എനിക്കൊന്ന് ഓദിത്താ ഫാത്തിമ, എനിക്കൊന്ന് ഓദിത്താ ഫാത്തിമ. ഫാത്തിമ പറഞ്ഞു, പോയി ശുദ്ധിയായിട്ട് വരാറ്. ഖത്താബിന്റെ മകൻ ഉമർ പോയി കൈകാലുകൾ കഴുകുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പിന്റെ ചാരത്ത് വന്നപ്പോ ഫാത്തിമ ഓതുകയാണ്, ത്വഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, അതിലെ 3-4 ആയത്തുകൾ ഇങ്ങനെ ഓതുകയാണ്. 3-4 ആയത്ത് അവിടെ നിന്ന് ഓതിക്കൊടുക്കുകയാണ്. ആയത്ത് കേട്ട് കഴിഞ്ഞപ്പോ ഉമറിന്റെ ഹൃദയം പിടയ്ക്കുകയാ. കാട്ടാളനായ ഉമർ, ക്രൂരനായ ഉമർ, പടച്ചവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 3-4 ആയത്തുകൾ കേട്ടപ്പോ ആ ഉമറിന്റെ ഹൃദയം ഒന്ന് പിടയ്ക്കുകയാണ്. ഫാത്തിമയുടെ മുമ്പിൽ നിന്ന് ഉമർ ഇറങ്ങുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അതാ ഖത്താബിന്റെ മകൻ ഉമർ നടന്നു പോകുകയാണ്. ഉമർ വരുന്നത് കണ്ടപ്പോ സ്വഹാബത്തിന് ഭയമായിടോ. ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു, തടയാൻ ഒരാൾക്ക് പോലും ധൈര്യമില്ല. സഹാബികൾ മുഴുവനും പേടിച്ചു നിൽക്കുമ്പോ, സ്വഹാബത്ത് മുഴുവനും പേടിച്ചു നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു അതാ ഉമറിനെ തടയുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടയുന്നത്. എന്നിട്ട് ഹംസ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഉമറേ, നബി തങ്ങളോട് സംസാരിച്ച് മുസ്ലിമാകാമെന്നതാണോ? നിനക്കിതിനകത്ത് കയറിയിട്ട് ജീവനോടെ മടങ്ങിപ്പോകാ? അല്ല, അല്ലാഹുവിന്റെ പ്രവാചകനെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ജീവനോടെ പോകില്ലടാ ഉമറേ, ജീവനോടെ പോകില്ലടാ ഉമറേ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചങ്കൂറ്റത്തിന്റെ വാക്ക് കേട്ടപ്പോ ഉമർ ഭയന്നു പോയടോ, ഉമർ പേടിച്ചു പോയടോ. ഈമാനുള്ള ഒരു മനുഷ്യനൊരു വാക്ക് പറഞ്ഞാൽ ഭയന്നു പോകും സഹോദരാ. ആ ഉമറാണ് നബി തങ്ങളുടെ ചാരത്ത് കടന്നു വന്നിട്ട് അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് പറഞ്ഞ് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതെന്ന് ചരിത്രം പറയുമ്പോ ഉള്ളാളം സയ്യിദുനി ഉപ്പാട മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവര് എന്തേ നമുക്ക് മാറ്റം വരാത്തത്? ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നവരാണല്ലോ, ഒരുപാട് സൂറത്തുകൾ കേൾക്കുന്നവരാണല്ലോ, ഒരു മാറ്റവും വരുന്നില്ലടോ. പറയുന്നവനും ഓതുന്നവനും കേൾക്കുന്നവനും മാറ്റം വരുന്നില്ല. എന്തേ ഉസ്താദേ ഇങ്ങനെ ആയി പോയത്? എന്റെ വാപ്പയ്ക്ക് പ്രായമായല്ലോ, എന്റെ ഉമ്മയ്ക്ക് പ്രായമായല്ലോ, മുടിയെല്ലാം നരച്ചു പോയല്ലോ, ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ, 40ഉം 50ഉം വയസ്സ് കഴിഞ്ഞിട്ട് പോലും എന്റെ ഉപ്പ നന്നാകുന്നില്ലല്ലോ. സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ, അതിന്റെ കാരണം അറിയണോ മോനെ? ഉമ്മമാരേ, നിന്റെ ദുസ്വഭാവങ്ങൾക്കൊരു മാറ്റവുമില്ലല്ലോ. എന്തുകൊണ്ടാണ് നീ നന്നാകാത്തത്? ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളിൽ പലരുടെയും സങ്കടം എന്തെന്നറിയുമോ? അല്ലാഹുവേ, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ. 18 വയസ്സേ 20 വയസ്സേ ആയുള്ളൂ, കഞ്ചാവടിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ഉമ്മാനെ ചീത്ത വിളിക്കുന്നു, വാപ്പയത്തെല്ലാം കൈവെക്കുന്നു. ഉസ്താദേ നന്നാകുന്നില്ല. എന്തെല്ലാം പറഞ്ഞു കൊടുത്തു, എന്തെല്ലാം ഉപദേശം കൊടുത്തു, എന്നിട്ടും നമ്മുടെ മക്കള് നന്നാകുന്നില്ലല്ലോ. പടച്ചവനെ, നമ്മളിൽ പലർക്കും സങ്കടമുണ്ടാകുന്ന കാര്യമുണ്ടോ? ചാനലുകളിൽ കയറിയിരുന്നിട്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനോദി കളിയാക്കുന്നവരുണ്ടല്ലോ. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഫർദ ധരിച്ച് ഹിജാബ് ധരിച്ചിട്ട് കളിയാക്കുന്ന മുസ്ലിം പെണ്ണുങ്ങളുണ്ടല്ലോ. ഉസ്താദന്മാരെ പോലും, ഇൽമ പഠിച്ച ആലിമീങ്ങളെ പോലും അൽഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീങ്ങളുണ്ടല്ലോ. അതാ നബിതങ്ങളുടെ കുടുംബമായ സയ്യിദന്മാരുണ്ടല്ലോ, അവരെ പരിഹസിക്കുന്നവരുണ്ടല്ലോ, അവരെ ട്രോളുന്നവരുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്നവരുടെ പേര് കേശവനെന്നല്ല, സുകുമാരനെന്നല്ല. പടച്ചവനെ, മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരാ, ഫാത്തിമയെന്നും ഖദീജയെന്നും ആയിഷയെന്നും അബൂബക്കറെന്നും ഹസനെന്നും ഹുസൈനെന്നും പേരിട്ട ചെറുപ്പക്കാരാണ്, മുസ്ലിമീങ്ങളാണ് അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്നത്. പടച്ചവനെ, ഇതൊക്കെ കാണുമ്പോ വല്ലാത്ത സങ്കടമുണ്ടാകുമല്ലോ. ഈ മഖാമിനകത്ത് കിടക്കുന്ന ഉള്ളാളം സയ്യിദ് മദനി തങ്ങളുപ്പാന് കളിയാക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഉറൂസുകളെ കളിയാക്കുന്നവരുണ്ടല്ലോ. ഇങ്ങനെയുള്ളവരെ കാണുമ്പോ നമുക്ക് സങ്കടം തോന്നാറുണ്ടല്ലോ. ഇവന് മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലല്ലോ, അല്ലാഹുവിന്റെ മുമ്പിൽ പോകേണ്ടവനാണെന്നുള്ള ഓർമ്മയില്ലല്ലോ. ഇവൻ എന്തേ ഇങ്ങനെയായി പോയത്? ഇവൻ എന്തേ ഇങ്ങനെയായി പോയത്? അതിന്റെ കാരണം അറിയുമോ ചെറുപ്പക്കാരാ? മുസ്ലിം സമുദായമേ, മുസ്ലിം സമുദായമേ, എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തതെന്നറിയുമോ? ഉപദേശങ്ങൾക്ക് കുറവില്ലല്ലോ. ചെറുപ്പക്കാര് പറയുന്നത്, സിറാജ് എത്ര വഅദ് പറഞ്ഞാലും നന്നാകില്ല സിറാജ്. ജീവിതം ആസ്വദിക്കാറുള്ളതാ, ജീവിതം സുഖിക്കാറുള്ളതാ. ഉസ്താദേ, തൊണ്ട പൊട്ടി വലിച്ചു കീറിയിട്ട് കാര്യമില്ല എന്ന് പരിഹസിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാത്തതിന്റെ കാരണമെന്താ? ഖുർആനിനെ കളിയാക്കല്ലേ, ഖുർആനിനെ ബഹുമാനിക്കണേ. വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ കളിയാക്കിയാൽ, ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതിരുന്ന, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ ഇരുന്നാൽ, ചെറുപ്പക്കാരാ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനുള്ളതല്ലടാ അല്ലാഹുവിന്റെ ഖുർആൻ. അത് പടച്ചവന്റെ കലാമാ മോനെ, അത് അല്ലാഹുവിന്റെ കലാമാ. ആ ഖുർആനിനെ നീ ആദരിക്കണേ, ആ ഖുർആനിനെ നീ ആദരിക്കണേ, ആ ഖുർആനിനെ നീ ബഹുമാനിക്കണേ. ചെറുപ്പക്കാരാ, കേട്ടിട്ട് കളയല്ലേടാ പൊന്നുമോരെ, ഉമ്മമാരെ, ഉപ്പമാരെ.
അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് വെറുതെ കളയരുത്. അത് സംഗീതമല്ല, അത് സംഗീതമല്ല. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാ. അത് സംഗീതമല്ല ചെറുപ്പക്കാരാ, അത് ഖുർആനാടാ മോനെ. ആ ഖുർആൻ കേട്ടിട്ട് പരിഗണിച്ചില്ലെങ്കിലോ അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ലടോ, ഒരിക്കലും നന്നാകില്ലടോ. എത്ര വഅദ് പറഞ്ഞാലും അവൻ നന്നാകില്ല. അല്ലാഹ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്, പണ്ഡിതന്മാരിരിക്കുന്ന മജ്ലിസാണ്. അല്ലാഹു പറയുകയാണ്, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കേറൂല, ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. എത്ര വഅദ് പറഞ്ഞാലും കേൾക്കൂല. ഉമ്മ എത്ര കരഞ്ഞാലും നിന്റെ മക്കൾ മനസ്സിലാക്കില്ല. പടച്ച